നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. സഫയർ ടവർ പ്ലാന്റ് പൂത്തുലഞ്ഞത് കാണാൻ ബ്രിട്ടനിൽ വൻ തിരക്ക്. ചിലിയിലെ ആൻഡീസ് പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന സഫയർ ടവർ പ്ലാന്റ് വളരെ അപൂർവമായി മാത്രമാണ് പുഷ്പിക്കുന്നത്. ബർമിംഗ്ഹാം ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ് ഇപ്പോൾ ഈ ചെടി പുഷ്പിച്ചിരിക്കുന്നത്. നീലക്കുറിഞ്ഞികൾ പോലെ അപൂർവമായി മാത്രം പുഷ്പിക്കുന്ന പൂ കാണാൻ ധാരാളം പേർ ഗാർഡൻസിൽ എത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് NHS രോഗികൾ സ്കാൻ ഫലങ്ങൾക്കായി 28 ദിവസത്തിലധികം കാത്തിരിക്കുന്നതായി റിപ്പോർട്ടുകൾ. 2023 ജനുവരി മുതൽ 2023 ഡിസംബർ വരെ നടത്തിയ 46.2 ദശലക്ഷം ഇമേജിംഗ് ടെസ്റ്റുകളുടെ NHS ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡേറ്റയാണ് റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകൾ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ചത്. 2023 3% CT, MRI തുടങ്ങിയ സ്കാനുകളുടെ ഫലങ്ങൾക്കായി 28 ദിവസത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നതായി റിപ്പോർട്ടുകളുണ്ട്. അഭിപ്രായങ്ങൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകൾ പറഞ്ഞു. സൗത്തോൾ റെയ്ഡിൽ അനധികൃത സിഗരറ്റുകൾ, വേദനസംഹാരികൾ എന്നിവ കണ്ടെത്തി. നോർത്തേൺ ലണ്ടനിലെ ഒരു കടയിൽ കൗൺസിൽ നടത്തിയ റെയ്ഡിലാണ് ആയിരക്കണക്കിന് അനധികൃത സിഗരറ്റുകളും വേദനസംഹാരികളും കണ്ടെടുത്തത്. ജനുവരിയിലാണ് റെയ്ഡ് നടത്തിയത്. തുടർന്ന് ഈ ആഴ്ച കടയുടെ ലൈസൻസ് എടുത്തു കളയാൻ ഈലിംഗ് കൗൺസിൽ വോട്ട് ചെയ്തു. UK-യിലെ 5 ലക്ഷം അൺപെയ്ഡ് കെയറർമാർ പ്രതിവർഷം £4200 ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നില്ലെന്ന് പുതിയ കണക്കുകൾ. കെയർ ഡ്യൂട്ടിക്ക് പുറമെ ജോലി ചെയ്ത് നേടാൻ കഴിയുന്ന തുക സംബന്ധിച്ച് കർശനമായ പരിധികൾ ഉള്ളതാണ് ബെനിഫിറ്റ് നേടുന്നതിൽ നിന്നും ശമ്പളം വാങ്ങാത്ത കെയറർമാരെ പിന്തിരിപ്പിക്കുന്നത് എന്നാണ് ക്യാമ്പയിനർമാർ ചൂണ്ടിക്കാട്ടുന്നത്. കെയറർ അലവൻസിന്റെ വരുമാന പരിധി സംബന്ധിച്ച് ചെറിയ ലംഘനം പോലും നടത്തുന്നത് വലിയ കുറ്റമായി കാണുന്നതാണ് പ്രശ്നമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആഴ്ചയിൽ 35 മണിക്കൂർ ദൈർഘ്യമുള്ള കെയർ നൽകിയാൽ £151 വീതമാണ് അൺപെയ്ഡ് കെയറർമാർക്ക് ലഭിക്കുക. UK-യിലെ 6 മില്യൺ വരുന്ന അൺപെയ്ഡ് കെയറർമാരിൽ 1 മില്യൺ പേരാണ് കെയറർ അലവൻസ് കൈപ്പറ്റുന്നത്. നവജാത ശിശുവിനെ മാറി നൽകിയതായി സമ്മതിച്ച് NHS ഹോസ്പിറ്റൽ ട്രസ്റ്റ്. 2023 സെപ്റ്റംബറിൽ ഡോർസെറ്റ് പൂൾ ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിലാണ് NHSന് നാണക്കേട് വരുത്തിവെച്ച ഈ സംഭവം നടന്നത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഡോർസെറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ NHS ട്രസ്റ്റ് കുറ്റസമ്മതം നടത്തിയത്. സംഭവത്തിൽ ട്രസ്റ്റിലെ മിഡ്വൈഫറി ഡയറക്ടർ ലോറൈൻ ഡോൺഗെ ഖേദം പ്രകടിപ്പിച്ചു. IOC UK സംഘടിപ്പിക്കുന്ന പ്രചാരണ ക്യാമ്പയിൻ എ ഡേ ഫോർ ഇന്ത്യ ഇന്ന്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UKയുടെ കേരള ചാപ്റ്ററിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ഇന്ന് മുഴുദിന പ്രചാരണ ക്യാമ്പയിൻ നടത്തും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായിട്ടാണ് എ ഡേ ഫോർ ഇന്ത്യ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് സൂം പ്ലാറ്റ്ഫോം വഴിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. പ്രവാസ ലോകത്തിനും അവരിലൂടെ വോട്ടർമാരായ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിലേക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാനുള്ള പ്രചാരണങ്ങളും ഉണ്ടാകും. UK-യിലെ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒട്ടേറെ ഇളവുകൾ നിലവിൽ വരുന്നു. UK-യും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ പദ്ധതികൾ തയ്യാറാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ പദ്ധതി നടപ്പിലായാൽ കൂടുതൽ അവസരങ്ങൾ കൈവരും. ബ്രെക്സിറ്റിനു മുമ്പ് നിലവിൽ വന്ന നിയന്ത്രണങ്ങൾ മൂലം നിലവിൽ UK-യിൽ നിന്നുള്ളവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളിലാണ് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുന്നത്. ഔപചാരിക ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിയമം നടപ്പിലായാൽ UK-യിലെ യുവാക്കളെ 4 വർഷത്തേക്ക് പഠനത്തിനായാലും ജോലിക്കായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ തുടരാൻ അനുവദിക്കും. ബ്രെക്സിറ്റിന് ശേഷം UK-യിലെ യൂണിവേഴ്സിറ്റിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന ഫീസാണ് ഈടാക്കിയിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. UK, കാനഡ, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് എമിറേറ്റ്സ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരുന്ന 50ഓളം പേർക്കാണ് യാത്ര നിഷേധിച്ചത്. ബഹളം വെച്ച യാത്രക്കാരെ നെടുമ്പാശ്ശേരി പോലീസും CISFും ചേർന്നാണ് ശാന്തരാക്കിയത്. ദുബായിലേക്കുള്ള യാത്രക്കാരെ കൊണ്ടുപോകാൻ തയ്യാറായെങ്കിലും വിമാന കമ്പനി അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് ടിക്കറ്റ് എടുത്തിരുന്നവരെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. യാത്ര മുടങ്ങിയവർ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി വിമാന കമ്പനികൾക്കെതിരെ പരാതി നൽകി. വെള്ളിയാഴ്ച രാവിലെ 10:30 പോകേണ്ട വിമാനം 12-നാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പറന്നത്. ദുബായിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് വിമാന സർവീസുകൾ സാധാരണ നിലയിലായി വരുന്നതേയുള്ളൂ. അതിനാലാണ് ദുബായിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ടിക്കറ്റ് എടുത്തിരുന്ന യാത്രക്കാരെ കൊണ്ടുപോകാൻ വിമാന കമ്പനി വിസമ്മതിച്ചത്. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.